ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. ആ ഒരു റൂട്ടീനാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ENT ഡോക്ടറെ കാണിക്കാനുണ്ടായിന് നമുക്ക്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി പോന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആക്കിയാൽ മാറ്റിയതാണ് കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നമ്മളൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിന്. ഇന്നേ ദിവസത്തെ വീഡിയോ ഞാൻ ഷോർട്ടാക്കി എടുത്തിട്ടുള്ളൂ. കാര്യം ലേറ്റായി പോകും. കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നൂൽപുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 പാത്രത്തിലായിട്ട് കുറച്ച് പത്തിരി ഉണ്ടായിന്, ഓർഡർ ഉണ്ടായിന്. 2 kgൻ്റെ മന്തി ഉണ്ടായിട്ടുണ്ട്. ചിക്കൻ മന്തിയും കൂടി റെഡിയാക്കാണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ ദം ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുള്ളൂ. കാര്യം വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ എന്തായാലും ലേറ്റായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാഷാല്ലാ അടിപൊളിയായിട്ടുള്ള മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ മന്തിയാണ് കേട്ടോ. പിന്നെ കുറച്ച് നൂൽപുട്ടും പത്തിരിയും അങ്ങനെ ഐറ്റംസ് മാത്രമേ ഉള്ളതിന്. അത് നമ്മൾ കുറച്ച് റെഡിയാക്കി ഒരു ബോക്സിലേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കേണ്ട. ഈ ഒരു കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കാനായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. എന്തായാലും നമ്മളെ നൂൽപുട്ടും മന്തി റൈസും പത്തിരിയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ബോക്സിൽ വെച്ചിട്ടൊന്ന് സെറ്റപ്പാക്കി അതങ്ങനെ റെഡിയായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് റെഡിയാക്കണമല്ലോ. രാവിലെ തന്നെ ഞാൻ ഈ ഒരു ദിവസം ബിസി ആവുന്നില്ലത് കൊണ്ട് ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു കുറച്ച് മീൻ കറിയും കൂടി റെഡിയാക്കാം കേട്ടോ. ദോശയും മീൻ കറിയാണ് നമുക്ക് ഇന്ന് ഇഫ്താറിന് ഫുഡായിട്ടുള്ളത്. അപ്പോൾ അതും ഫൈനൽ ലുക്കായിട്ട് നമ്മളെ മീൻ കറി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് വേഗം തന്നെ ദോശ ഇട്ടെടുക്കാം. അപ്പോൾ ദോശയും മീൻ കറിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ കുറച്ച് കക്കരിക്ക എടുത്തിട്ട് ജ്യൂസാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതിനും എന്തൊക്കെയോ റെഡി ആക്കുന്നുണ്ട്. എന്താതൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു ബോൾസാണ്, ഏതായാലും ചിക്കനോ എന്തൊക്കെയോ ആണ് കേട്ടോ. എന്തായാലും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ റെഡി ആകുന്നുണ്ട്. എനിക്കൊന്ന് വേറെ ടൈം ഉണ്ടായിരുന്നു, നേരമില്ലേ കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ഞാൻ ആ ടൈമിൽ അത്താഴത്തിന് വേഗം തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇന്ന് മുരിങ്ങ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. അത് ഞാൻ അത്താഴത്തിൻ്റെ ടൈമിൽ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്താഴത്തിൻ്റെ ആ ടൈമിൽ ഫ്രൈ ചെയ്ത് മാറ്റാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ എല്ലാ ഐറ്റംസും റെഡി ആയി, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ജ്യൂസ് ആക്കാണ് ഇപ്പോൾ. അതിക്ക് ജ്യൂസ് ആക്കാൻ ഇന്ത്യ ക്ലാസ്സൊക്കെ അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.